ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മീൻ കറിയും ചോറുമാണ് കേട്ടോ. മീൻ നെത്തോലിയും കൂന്തലുമാണ് ഇന്ന് നമുക്ക് കിട്ടിയത്. ചെറിയ കൂന്തലായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നെത്തോലിയും. പിന്നെ നെത്തോലി ആദ്യം വൃത്തിയാക്കിയതിന് ശേഷമാണ് ഞാൻ കൂന്തൽ വൃത്തിയാക്കാൻ നിന്നത്. നല്ല നെത്തോലിയായിരുന്നു. പിന്നെ അങ്ങനെ ഞാൻ നെത്തോലി വൃത്തിയാക്കാൻ ഇറങ്ങി. മീൻ മുറിച്ച് അതിലുള്ള വേസ്റ്റൊക്കെ കളഞ്ഞ് അതിലൊരു ചെറിയൊരു അയില ഉണ്ടായിരുന്നു നെത്തോലിയിൽ. പിന്നെ ഞാൻ നെത്തോലി മുറിച്ച് തലയും വാലും കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാനെല്ലാ മീനും മുറിച്ച് കഴിഞ്ഞ് നെത്തോലി ഫുള്ളും മുറിച്ച് കഴിഞ്ഞ് അതൊരു 5-6 വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കുന്നതാണ്. ആ കഴുകി എടുത്തതിന് ശേഷമാണ് ഞാൻ കൂന്തൽ മുറിക്കാൻ നിന്നത്. മീൻ മുറിക്കാൻ നമ്മൾ കത്രി കൊണ്ട് മുറിക്കുന്നതുകൊണ്ട് ഈസി ആയിട്ട് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ അത് ഫുള്ള് മുറിച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ കൂന്തലെടുത്തത്. കൂന്തലിൻ്റെ തലഭാഗം വലിച്ചെടുത്ത ശേഷം അതിൻ്റെ മഷിഭാഗമുണ്ട്, ആ മഷിഭാഗം എടുത്ത് കളയണം. അത് പൊട്ടാണ്ട് എടുക്കണം, അല്ലെങ്കിൽ എല്ലാ മീനിലും അത് ആയിട്ട് ആ മീനിൻ്റെ നമ്മൾ ഈ കൂന്തലിൻ്റെ കളറ് വ്യത്യാസം വരും. അതുകൊണ്ട് അത് ആദ്യം പൊട്ടാതെ എടുത്ത് പിന്നെ അതിൻ്റെ തലയിലൊരു ഭാഗമുണ്ട്, അതും വേസ്റ്റിലേക്ക് പോകേണ്ടതാണ്. പിന്നെ അതും കളഞ്ഞ് പിന്നെ അതിൻ്റെ മുള്ള്, അത് കൂന്തലിൻ്റെ ഉള്ളിലൊരു മുള്ള് പോലെ സാധനമുണ്ട്, അതും എടുത്ത് അതിൻ്റെ തൊലിയും കളഞ്ഞ് വൃത്തിയാക്കി. തൊലി കളയാൻ കുറച്ച് പ്രയാസം ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ ഫുള്ള് വൃത്തിയാക്കി അതിൻ്റെ അതിൻ്റെ ഉൾഭാഗം വൃത്തിയാക്കി കളഞ്ഞ ശേഷമാണ് ഞാൻ ആ ഫുള്ള് മീനും ഇതുപോലെ എല്ലാ കൂന്തലും ഇതേപോലെ ഞാൻ ചെയ്തെടുത്തു. എല്ലാത്തിൻ്റെ ഉള്ളിലും ആ മഷി ചിലതിൻ്റെ ഉള്ളിലായിരുന്നു. ചിലതിലിങ്ങനെ മുട്ട ഉണ്ടാവും, ചില കൂന്തലിൽ ഇതുപോലെ മുട്ട ഉണ്ടാവും. അപ്പോൾ അതും അതിൻ്റെ എല്ലാ വേസ്റ്റും നമ്മൾ കളയണം. ആ മുട്ട നല്ല ടേസ്റ്റാണ്. അതിൻ്റെ മുട്ടയാണിത്. ഇത് നല്ല ടേസ്റ്റാണ്. വലിയ കൂന്തലിൽ വലിയ മുട്ട ഉണ്ടാവും. ഇത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല, അപ്പോൾ ആ മുട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനതെടുത്ത് അത് വെന്ത് കഴിഞ്ഞപ്പോൾ അത് കാണാനൊന്നുമില്ല, അത് മാത്രം ഇട്ട് വേവിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. എല്ലാത്തിൻ്റെയും തൊലി കളഞ്ഞ് വൃത്തിയാക്കി എടുക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഞാൻ ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടായി വെള്ളം വറ്റിയ സമയത്ത് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായ സമയത്ത് ഞാൻ ഉലുവ ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഉലുവ നന്നായി പൊട്ടി വരുന്ന സമയത്ത് ഞാൻ അതിലേക്ക് മറ്റുള്ള സാധനങ്ങളെല്ലാം ഇട്ട് കൊടുക്കും. ഉള്ളി ഇട്ടു. ഫസ്റ്റ് ഞാൻ ഉള്ളി ഇട്ട് കൊടുത്ത് അതിന് ശേഷം തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇതൊക്കെ ഇട്ട് വഴറ്റണം. ഒരു ചെറിയ കഷ്ണം പുളിയിട്ട് പിന്നെ എല്ലാം ഇട്ട് നന്നായിട്ട് വഴറ്റി അതിന് ശേഷം തേങ്ങ, മഞ്ഞൾ പൊടി, പിന്നെ മുളക് പൊടി, വെള്ളം ഇട്ട് തേങ്ങ അരച്ചതാണിത്. ആ തേങ്ങ അരച്ചതും കൂടി അതിലൊഴിച്ച് ആ മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളമാക്കി അതും ഒഴിച്ച് കുറച്ച് ഉപ്പിടണം. ഉപ്പിട്ട് നന്നായിട്ട് തിളക്കണം. നന്നായി തിള വരുന്ന സമയത്ത് മുരിങ്ങക്കായ് ഇട്ട് കൊടുത്തു. മുരിങ്ങക്കായ് മീൻ കറിയിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് ശേഷം ഞാൻ നെത്തോലി ഇട്ട് പിന്നെ കൂന്തലിൻ്റെ തലയും പിന്നെ 2-3 ചെറിയ കഷ്ണങ്ങൾ ഞാൻ ആ കറിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതവിടെ കിടന്ന് തിളച്ച്. അതിന് ശേഷം ഞാൻ കൂന്തലിൽ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഉപ്പ്, ഒരു വലിയ സവാള മുറിച്ചിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചതാണിത്. അത് ഒരു സൈഡ് കറി തിളക്കുന്നുണ്ട്, ഇതിൽ ഉപ്പും ഇട്ട് ഞാനത് വേവിക്കാൻ വെച്ചു. വെന്ത് കറിവേപ്പില ഇട്ട് അതിന് ശേഷം ഞാൻ നെത്തോലി മുളക് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഫ്രൈ ചെയ്യാൻ വെച്ചു. അപ്പോഴത്തേക്ക് ഇവിടെ കൂന്തൽ റെഡിയായി. കൂന്തലിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല
വരകിയ രൂപത്തിൽ അത് റെഡിയായി. അതിനുശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ചോറിട്ട് 2 തവി ചോറിട്ട് സെറ്റാക്കി. പിന്നെ കൂന്തൽ വരട്ടിയത്, പിന്നെ നെത്തോലി ഫ്രൈ, പിന്നെ നമ്മളെ മീൻകറി നെത്തോലി കൂന്തൽ ഇട്ട് വെച്ച മുരിങ്ങക്കായ ഇട്ട് വെച്ച നല്ല അടിപൊളി കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ മീനും മുരിങ്ങക്കായും എല്ലാം ഇട്ട് തേങ്ങ അരച്ച കറിയിൽ മുരിങ്ങക്കായ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അടിപൊളി ചോറും കറിയും. അതിൻ്റെ കൂടെ 2 പപ്പടം കൂടി